ഹായ് സ്റ്റുഡൻസ്, 10th സ്റ്റാൻഡേർഡ് ഹിന്ദി ഫസ്റ്റ് പാർട്ടിലുള്ള അയാം കലാം കെ ബഹാനെ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ എന്താണ് APJ അബ്ദുൽ കലാമിനെ പോലെയാകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണ് അയാം കലാം എന്ന സിനിമ. ആ സിനിമയെപ്പറ്റി എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് അയാം കലാം കെ ബഹാനെ. ഇതൊരു സിനിമാ ലേഖനമാണ്. ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധ എഴുത്തുകാരനായ മിഹിർ പാണ്ഡെയുടെ രചനയാണിത്. നീൽമാധവ് പാണ്ഡ സംവിധാനം ചെയ്ത അയാം കലാം എന്ന സിനിമയെ ആസ്പദമാക്കി തൻ്റെ കുട്ടിക്കാലത്തെ ചില ഓർമ്മകൾ താരതമ്യം ചെയ്യുകയാണ് മിഹിർ ഇവിടെ ചെയ്യുന്നത്. മിഹിറിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിനൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, മോർപാൽ. അതായത് ദരിദ്ര കർഷക കുടുംബത്തിൽ നിന്നും സ്കൂളിലേക്ക് വരുന്ന മോർപാലിന് സ്കൂളെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. അതേസമയം ധനിക കുടുംബത്തിൽ ജനിച്ച മിഹിറിനോ സ്കൂളിൽ പോകാൻ അല്പം പോലും താല്പര്യവുമില്ലായിരുന്നു. എന്തായാലും നമുക്ക് രണ്ടുപേരുടെയും ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഈ പാഠത്തിൻ്റെ പകുതി ഭാഗം കഴിയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് മിഹിർ തൻ്റെ ജീവിതകഥയെ ഒരു സിനിമാ കഥയുമായി താരതമ്യം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. അയാം കലാം കെ ബഹാനെ, ഞാൻ കലാമെന്ന വ്യാജേന, ബഹാനെ എന്ന് പറഞ്ഞാൽ നടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യാജേന. ഗാവ് കെ സ്കൂൾ മേ മേരാ ഏക് സാത്തി ഥാ മോർപാൽ. ഗാവ് ഗ്രാമം, ഗ്രാമത്തിലെ സ്കൂളിൽ എനിക്കൊരു സാഥി ഫ്രണ്ട് ഉണ്ടായിരുന്നു, മോർപാൽ. വഹി മോർപാൽ ജിസ്നെ ഏക് ബാർ ഹമാരെ അംഗ്രേസി കെ മാസ്റ്റർ തിവാരി ജി കോ ലുക്ക് കാ മത്ലബ് ഔർ സഹി ഹിജെ പൂछे जाने पर बताया था. വഹി മോർപാൽ, ആ മോർപാല്, ജിസ്നെ അവൻ ഒരു ദിവസം, ഏക് ബാർ ഒരിക്കൽ, ഹമാരെ അംഗ്രേസി കെ മാസ്റ്റർ തിവാരി ജി കോ ഞങ്ങളുടെ ഇംഗ്ലീഷ് സാറായ തിവാരി ജി, ലുക്ക് കാ മത്ലബ് അവർ, ലുക്ക് എന്ന വേർഡിൻ്റെ മീനിങ്ങും അതുപോലെ സഹി ഹിജെ പൂछे जाने पर ശരിയായ സ്പെല്ലിങ്ങും ചോദിച്ചപ്പോൾ LOOK ലുക്ക്, ലുക്ക് യാനി ലുക്ക്, ലുക്ക് ദേഖ്ന. LOOK ലുക്ക്, ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കുക, കാണുക എന്നുള്ളതാണെന്ന് മോർപാൽ പറഞ്ഞു. നാം കാ പഹല അക്ഷർ മിൽനെ കി वजह से क्लास की दरी पट्टी पर हमारी बैठने की जगहें भी साथ ही थी. नाम का पहला अक्षर मिलने की, പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് ക്ലാസ് കി ദരി പട്ടി. പണ്ട് കാലത്ത് സ്കൂളുകളിൽ എന്തുണ്ടായിരുന്നില്ല? ബെഞ്ചോ അതുപോലെ ഇന്നത്തെ പോലെ ചെയറോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അവർ പായ വിരിച്ച്, നിലത്ത് പായ വിരിച്ചും അതുപോലെ പരവതാനി പോലെയുള്ള, ദരിപ്പട്ടി മീൻസ് പരവതാനി, അതൊക്കെ വിരിച്ചിട്ടാണ് പഠിക്കാനിരുന്നിരുന്നത്. അപ്പോൾ അവരുടെ പേരിൻ്റെ സ്പെല്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ അക്ഷരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെങ്ങനെയായിരുന്നു? അതായത് മോർപാൽ, മിഹിർ, അവരടുത്തടുത്ത സീറ്റുകളിലാണ് ഇരുന്നിരുന്നത്. ദരിപ്പട്ടി ഫർ ഹമാരി ബൈഠനേക്ക് ജഗഹേ, ഞങ്ങളുടെ ഇരിപ്പിടം എങ്ങനെയായിരുന്നു? ഫി സാത്ത് ഹി ഥീം, അടുത്തടുത്തായിരുന്നു. വഹി മോർപാൽ ജിസ്കി മേരെ ഖാനെ കെ ഡിബ്ബെ മേം രാജ്മാ ദേഖ്തേ ഹി ബാഞ്ചേം ഖിൽ ജാത്തി ഥി. ആ മോർപാലിന് എന്തായിരുന്നു? ജിസ്കി മേരി ഖാനെ കെ ഡിബ്ബെ, എൻ്റെ ടിഫിൻ ബോക്സ്, ഖാനെ കെ ഡിബ്ബെ, ഞാൻ ആഹാരം കൊണ്ടുവരുന്ന ആ ബോക്സിൽ രാജ്മ എന്ന് പറഞ്ഞാൽ ഒരുതരം പയറ് കറി അല്ലെങ്കിൽ പരിപ്പ് കറി, നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഫുഡാണ്. അപ്പോൾ രാജ്മ ദേഖ്തേ ഹി, എൻ്റെ ടിഫിൻ ബോക്സിൽ രാജ്മ കാണുമ്പോൾ എന്ത് ചെയ്യുമെന്ന്? ബാഞ്ചേങ്കിൽ ജാത്തി ഥി, ബാഞ്ചേങ്കിൽ ജാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് ഹാപ്പി ആവുക, സന്തോഷമായിരുന്നു. ഹമാര സൗദ ഥ, ഞങ്ങളുടെ ഒരു ഏർപ്പാട് അല്ലെങ്കിൽ കരാറായിരുന്നു. എന്താണ്? കേൽ ഖണ്ഡിമേം ഖാനേക്ക് അദലാ ബദലീക, അതായത് ഇൻ്റർവെല്ല് സമയത്ത് ഞങ്ങൾ കൊണ്ടുവരുന്ന ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? അദലാബദലി, കൈമാറ്റം ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പതിവ് അല്ലെങ്കിൽ ഒരു കരാറായിരുന്നു. യാനി മേരെ ടിഫിൻ കെ രാജ്മ ചാവൽ ഉസ്കെ അവർ ഉസ്കെ ഘർ സെ ആയ ബെഡാ സ ചാച്ച് കാ ഡിബ്ബ മേര. എന്ത് ചെയ്യുമായിരുന്നു? അതായത് യാനി മേരെ ടിഫിൻ കെ രാജ്മ ചാവൽ, ഞാൻ കൊണ്ടുവരുന്ന എൻ്റെ ടിഫിൻ ബോക്സിലുള്ള രാജ്മ ചാവൽ, അതായത് പരിപ്പ് കറിയും ചോറും, ഉസ്കെ അവനുള്ളതും, ഉസ്കെ ഘർ സെ ആയ അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന, ബെഡാസ ചാച്ച് കാ ഡിബ്ബ മേര, തൈരിൻ്റെ, ചാച്ച് തൈര് അല്ലെങ്കിൽ മോര്, ആ മോര് കൊണ്ടുവരുന്ന ആ പാത്രം അല്ലെങ്കിൽ ആ കറി എനിക്കുള്ളതുമായിരുന്നു. ഉസേ പദാഥ, അവന് അറിയാമായിരുന്നു. കി ചാച്ച് മേരി കംസോരി ഹേ, എന്താണ്? മോര് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കംസോരി മീൻസ് വീക്ക്നെസ്, എൻ്റെ വീക്ക്നെസ് ആണെന്ന് അവനറിയാമായിരുന്നു. ലേക്കിൻ മുझे മോർപാൽ സെ മിൽനെ സെ പഹലെ കതയി अंदाज़ा नहीं था
कि मेरे लिए राजमा जैसी सामान्य सी चीज़ किसी के लिए इतनी खास हो सकती है. മുച്ചെ മോർബാൽസെ മിൽനെ പഹലെ എനിക്ക് മോർബാലിനെ ഞാൻ മോർബാലിനെ കണ്ടുമുട്ടുന്നതിന് മുന്നേ പഹലെ മുൻപേ കഥയി തികച്ചും അന്താസ നഹീം ധ അനുമാനിക്കാൻ കഴിയില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു. കി മേരെ ലിയെ രാജ്മ ജൈസി സാമാന്യ സി ചീസ് കിസി കെ ലിയെ ഇത്തനി ഖാസ് ഹോ സക്തി ഹെ. ഒരു സാധാരണ ആഹാരമായ ഏത് രാജ്മ ഇത്രയും പ്രിയപ്പെട്ട സാധാരണ ഒരു വസ്തുവായ ആഹാരമായ ഈ രാജ്മ ഇത്രയും പ്രിയപ്പെട്ടതാണെന്ന്, ഖാസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ, ഒരു സ്പെഷ്യലായി മാറിയത് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആഹാരമാണെന്ന് അവനെ കണ്ടെത്തുന്നവരെ എനിക്ക് അറിയില്ലായിരുന്നു. അതായത് അവൻ ഇത്രയും പ്രിയപ്പെട്ടതാണെന്ന്. मोरपाल ने मेरे टिफ़िन बॉक्स में रखे राजमा को खाने से पहले काफ़ी राजमा देखा भी नहीं था. എന്താണ് മോർബാലിനെ മേരെ ടിഫിൻ ബോക്സ് ഞാൻ കൊണ്ടുവരുന്ന എൻ്റെ ടിഫിൻ ബോക്സിലുള്ള രാജ്മ കഴിക്കുന്നതിന് മുന്നേ ഖാനേസെ പെഹലെ കാഫി ഒരിക്കലും രാജ്മ ദേഖാഫി നഹീം ധാവൻ രാജ്മ കണ്ടിട്ടുകൂടി ഇല്ലായിരുന്നു. वह हमारे स्कूल के 15 किलोमीटर दूर के किसी गाँव से साइकिल चलाता रोज स्कूल आता था. അവൻ എങ്ങനെയാണ് സ്കൂളിലേക്ക് വന്നിരുന്നത്? വഹ് ഹമാരെ സ്കൂൾ കെ ഞങ്ങളുടെ സ്കൂളിലേക്ക് 15 കിലോമീറ്റർ സ്കൂളിൽ നിന്നും 15 കിലോമീറ്റർ ദൂരെയുള്ള കിസി ഗാവ് സെ ഏതോ ഗ്രാമത്തിൽ നിന്ന് ഒരു ഗ്രാമത്തിൽ നിന്ന് സൈക്കിൾ ചലാത്ത സൈക്കിൾ ഓടിച്ചാണ് സൈക്കിളിലാണ് റോസ് എന്ന് പറഞ്ഞാൽ നിത്യവും സ്കൂൾ ആത്താഥ സ്കൂളിലേക്ക് വന്നിരുന്നത്. मैं आज तक नहीं जान पाया कि कैसे वह उस छाछ के डिब्बे को रोज 15 किलोमीटर बिना जरा भी चलकाए लिए आता था. എന്താണ് മൈം ആജ് തക് നഹീം ജാൻ പായ എനിക്ക് ഇപ്പോഴും അറിയില്ല, കി എന്തെന്നാൽ കൈസെ എങ്ങനെ, വഹ് ഉസ് ചാച്ച് കെ ഡിബ്ബെ എങ്ങനെയാണ് അവൻ ആ മോരുകറിയുടെ പാത്രം റോസ് 15 കിലോമീറ്റർ നിത്യവും അല്ലേ 15 കിലോമീറ്റർ ജറാഫി ചൽക്കായെ ലിയെ ആത്താത്ത ചൽക്കായെ എന്ന് പറഞ്ഞാൽ എന്താണ്? തുളുമ്പുക, അല്പം പോലും. ജറാഫി ചൽക്കായെ ലിയെ അല്പം പോലും തുളുമ്പാതെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ലായിരുന്നു. റോസ് മൈം സ്കൂൾ ജാനേമേം രോയാ കർത്ത എനിക്ക് സ്കൂളിൽ പോകുന്ന എന്തില്ലായിരുന്നു? ഇഷ്ടമല്ലായിരുന്നു, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? മിഹിർ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാതെ കരയുമായിരുന്നു. മൈം സ്കൂൾ ജാനേമേം രോയാ കർത്ത സ്കൂളിൽ പോകുന്ന കാര്യം പറയുമ്പോഴേ എന്താണ്? കരച്ചിൽ വരുമല്ലേ, ഇഷ്ടമല്ല. रोज नए बहाने बनाया करता और जब तेज बारिश के दिनों में स्कूल के रास्ते में पानी फर जाने से छुट्टी हो जाया करती तो मैं घर पर नाचा करता. അപ്പോൾ എന്ത് ചെയ്യണം? മിഹിറിന് സ്കൂളിൽ പോകുന്ന ഇഷ്ടമല്ലായിരുന്നല്ലോ. റോസ് നിത്യവും നയേ ബഹാനെ ബനായ കർത്ത ഓരോരോ കാരണം കണ്ടെത്തുമായിരുന്നു. അവർ ജബ് തേസ് ബാരിഷ് ശക്തമായ മഴയുള്ള ബാരിഷ് കെ ദിനോമേം ശക്തമായ മഴയുള്ള ദിവസങ്ങളിൽ സ്കൂൾ കെ രാസ്തേമേം പാനി ഫർ ജാനേസെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വെള്ളം നിറഞ്ഞിട്ട് ചുട്ടി ഹോ ജായ കർത്തി അവധി വരുന്ന ദിവസങ്ങളുണ്ടല്ലോ, ചുട്ടി ഹോളിഡേ അവധി വരുന്ന ദിവസങ്ങളിൽ തോമൈം ഘർ പർ നാച്ചാ കർത്ത ഞാൻ വീട്ടിൽ നൃത്തം ചെയ്യുമായിരുന്നു. അതായത് നമ്മളിലും ഉണ്ടാവുമല്ലോ കുറച്ച് പേര് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്തവരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഒഴിവുകഴിവുകൾ പറയുക, വയറുവേദന, തലവേദന ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലേ. അതുപോലെ നല്ല മഴയുള്ള സമയത്ത് അവധി പ്രഖ്യാപിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ വീട്ടിൽ തുള്ളിച്ചാടുമായിരുന്നു എന്നാണ് മിഹിർ പറയുന്നത്. ലേക്കിൻ മൈം സമജ് നഹീം പാത്താ ഥാ കി മോർപാൽ അവർ ഉസ്കെ ജൈസെ മേരെ കൈ അവർ സഹപാഠി. എന്നിട്ട് എന്താണ്? ലേക്കിൻ എന്നാൽ മൈം സമജ് നഹീം പാത്ത എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. എന്താണ്? മോർപാലും അവർ ഉസ്കെ ജൈസെ മേരെ കൈ അവർ സഹപാഠി അവൻ്റെ കൂടെ എന്നോടൊപ്പം പഠിക്കുന്ന മറ്റ് സഹപാഠികളും ബിന നാഗ റോസ് സ്കൂൾ ക്യോം ചലേ ആത്തേ ഥേ ആബ്സെൻ്റ് ആവാതെ നാഗ മീൻസ് ആബ്സെൻ്റ് ആവാതെ നിത്യവും എന്തിനാണ് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഉൻക स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता. ഉൻക സ്കൂൾ കോ ലേക്കർ അവന് സ്കൂളിൽ വരുന്നത് അല്ലേ, സ്കൂളിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു മോർപാൽ. ഉൻക സ്കൂൾ കോ ലേക്കർ പ്രേം ഇത്തനാ ഗഹ്ര ഥ വളരെ ആഴത്തിലുള്ള ഗഹ്ര
ഭയങ്കരമായിട്ട് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു സ്കൂളിൽ വരാൻ. കി രവിവാർ കി ചുട്ടി കാ ദിൻ, ഞായറാഴ്ച അവധി ദിവസം, ഉൻകേലിയെ അവനെ സംബന്ധിച്ച്, ആരെ സംബന്ധിച്ച്, മോർബാലിനെ സംബന്ധിച്ച്, ഹഫ്തേ കാ സബ്സെ ബുരാ ദിൻ, ആഴ്ചയിലെ ഏറ്റവും മോശപ്പെട്ട ദിവസമായിരുന്നു. मैं स्कूल की नीली काकी यूनिफॉर्म से हमेशा चिढ़ा करता और उसे पहनना हमेशा डाला करता. ഞാൻ സ്കൂൾ കി നീലി കാക്കി യൂണിഫോം, സ്കൂളിലെ നീലയും കാക്കിയും യൂണിഫോംസെ ഹമേശ എപ്പോഴും ചിഠാ കർത്ത പിണങ്ങുമായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു സ്കൂളിലെ യൂണിഫോം, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അവർ ഉസേ പഹന്ന അത് ധരിക്കുന്നത്, ഹമേശ ഡാല കർത്ത എപ്പോഴും ഒഴിവാക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഡാല ഒഴിവാക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. വഹി മോർബാൽ, അതേസമയം ആ മോർബാൽ മുച്ചേ ജബ് ഫീ ദിഖ, ഞാൻ എപ്പോഴവനെ കണ്ടാലും, ഹമേശ എപ്പോഴും, വഹി സ്കൂൾ കി യൂണിഫോം പഹന്നെ ഹി ദിഖ, അവനെ എപ്പോൾ കണ്ടാലും അവൻ സ്കൂൾ യൂണിഫോമിലായിരിക്കും ഞാൻ കാണുമ്പോഴെല്ലാം. एक बार तो मुझे याद है कि मोहल्ले की किसी शादी में फिर उसे वही नीली की स्कूल यूनिफॉर्म पहनने देख मैं हैरान रह गया था. एक बार ഒരിക്കൽ, മുച്ചേ യാദ് എനിക്ക് ഓർമ്മയുണ്ട്. എന്താണ്? മൊഹല്ലെ അവിടെ ഒരു പ്രദേശം, ആ പ്രദേശത്തെ കിസി ഷാദിമേ ഏതോ ഒരു വിവാഹത്തിലെ ഉസ്സേ വഹി നീലി കാക്കി സ്കൂൾ യൂണിഫോം പഹന്നെ, അവൻ ആ നീല കാക്കി യൂണിഫോം ധരിച്ച് വരുന്നത് കണ്ടിട്ട് മൈം ഹൈരാൻ രഹ്ഗയ ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട്. നെക്സ്റ്റ് പേജ്. യഹ് മുझे बहुत बाद में समझ आया कि जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझा करता था, शायद वही मोरपाल के लिए उसके जीवन का सबसे अच्छा समय होता था. यह मुझे बहुत बाद में, ഇതെനിക്ക് പിന്നീട്, ഒരുപാട് കഴിഞ്ഞിട്ട് പിന്നീട് മനസ്സിലായി. എന്താണ്? ജിസ് സ്കൂൾ മേം ബിതായേ സമയം, സ്കൂളിൽ ചിലവഴിക്കുന്ന സമയം, മൈം അപ്പനെ ബച്ചപ്പൻ കാ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലെ സബ്സെ ഖരാബ് സമയം സമച്ച് കർത്താ ഥാ, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ സമയമാണ് സ്കൂൾ കാലഘട്ടമെന്ന് കണക്കാക്കിയിരുന്നപ്പോൾ, ഷായദ് ഒരു പക്ഷേ, വഹി മോർപാൽ, ആ മോർപാൽ എന്താണ് ചെയ്തിരുന്നത്? മോർപാൽ കേലിയെ, മോർപാലിനെ സംബന്ധിച്ചിടത്തോളം, ഉസ്കെ ജീവൻ കാ സബ്സെ അച്ഛാ സമയം ഹോത്താ ഥാ, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് സ്കൂൾ ജീവിതമെന്നാണ് അവൻ കണക്കാക്കിയിരുന്നത്. എനിക്ക് സ്കൂളിൽ പോകുന്നത്, മിഹിറിന് സ്കൂളിൽ പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു. മോർപാൽ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമായിട്ടാണ് അവൻ്റെ സ്കൂൾ ജീവിതത്തെ കണ്ടിരുന്നത്. घर की कमरतोड़ मेहनत और खेत मजदूरी से इधर दिन का ऐसा एकमात्र समय जब वह बच्चा बना रह सकता था. എന്താണ്? घर की കമർത്തോട് മെഹ്നത്ത് എന്ന് പറഞ്ഞാൽ കഠിന അധ്വാനം, ഹാർഡ് വർക്ക്. അപ്പോൾ വീട്ടിലെ ഒരുപാട് ജോലികളുണ്ടല്ലേ, ഒത്തിരി കർഷകരുടെയൊക്കെ കുടുംബം പാവപ്പെട്ട വീട്ടിലല്ലേ, അപ്പോൾ ഒരുപാട് കഠിനാധ്വാനം, അവർ ഖേത് മജൂരി, വയലിലെ ജോലി, ആ വയലിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്, ഇത് ദിൻഗ ഐസ ഏക് മാത്ര, അവനെ ദിവസത്തിൽ ഒരേ ഒരു സമയം, ജബ് വഹ് ബച്ചാ ബന, അവനൊരു കുട്ടിയായി മാറുന്നത് എപ്പോഴാണ്? സ്കൂളിൽ വരുന്ന സമയത്ത് മാത്രമായിരുന്നു. അത്രയ്ക്ക് ജോലി അവൻ എവിടെ ഉണ്ടായിരുന്നു? അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു. മേരെ ലിയെ സ്കൂൾ യൂണിഫോം ബോച്ച് തീ, എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ യൂണിഫോം ബോച്ച് ഒരു ഭാരമായിരുന്നു. എനിക്കിഷ്ടമല്ലായിരുന്നു സ്കൂൾ യൂണിഫോം ധരിക്കുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരമായിരുന്നു. മേരെ പാസ് ഉസ്സെ ബെഹത്തർ കപ്പടേ ഥേ ജിനെ मैंने अपनी पसंद से बड़े शहरों के बड़े बाज़ारों से ഖരീദാ ഥാ. എന്താണ്? മേരെ പാസ്, എൻ്റെ അടുത്ത്, ഉസ്സെ ബെഹത്തർ അതിലും മികച്ചത്, ബെഹത്തർ മികച്ചത്, ആ സ്കൂൾ യൂണിഫോമിനേക്കാളും മികച്ച കപ്പടേ ഥേ എന്തുണ്ടായിരുന്നു? വസ്ത്രങ്ങളുണ്ടായിരുന്നു. ജിനെ മൈംനെ അപ്പനെ പസന്ത് സേ, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട്, പസന്ത് ഇഷ്ടം, ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, ബഡേ ഷഹരോംഗെ വലിയ വലിയ പട്ടണങ്ങളിലെ, ബഡേ ബാസാരോം സേ ഖരീദിന മേടിക്കുക, ഞാൻ വലിയ വലിയ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിയ നല്ല ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ലേക്കിൻ മോർപാൽ കെ പാസ്, എന്നാൽ മോർപാലിൻ്റെ അടുത്തോ, ഏക് മാത് കമീസ് പാൻറ് കാ നയാ ജോഡ വഹ് നീലി കാക്കി സ്കൂൾ യൂണിഫോം ഹി ഥി, എന്നാൽ അവൻ്റെ അടുത്ത് എന്താണ്? ഒരേ ഒരു ജോഡി ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, അത് നീല കാക്കി യൂണിഫോം മാത്രമായിരുന്നു. സ്വാഭാവികത കി
വഹ ഉസേ ഹി ഷാദി മേം പഹൻകർ ആഥ. അപ്പോൾ കല്യാണത്തിന് പോലും കല്യാണത്തിന് പോലും അവൻ ആ യൂണിഫോം ഇട്ട് വരുന്നതിൽ എന്താണ് ഒരു അസ്വാഭാവികതയും ഇല്ലേ, സ്വാഭാവികമായിരുന്നു അല്ലേ, കാരണം അവൻ്റെ കയ്യിൽ വേറെ ഡ്രസ്സ് ഇല്ലായിരുന്നു. ഇത്രയും മിഹിറും മോർബാലും അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലെന്ന് പറയുന്നത് നീൽമാധവ് പാണ്ഡെയുടെ അയാം കലാം എന്ന സിനിമയെക്കുറിച്ച്. ആ സിനിമയിലെ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ ജീവിതവുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്, അങ്ങനെ ഓർക്കുന്നതാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റു കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്